എന്താണ് തങ്ങളെ മോചിപ്പിക്കാനും വേണ്ടി വരാന്നറിയാൻ വേണ്ടി ഉദനെടുത്ത് ഇങ്ങനെ വാദി പുത്തഹാൻ തന്നെ തോടൊഴിഞ്ഞായിരുന്ന പുത്തഹാന്റെ തരാത്തമീൻ തറയിൽ ചെന്നാന്നൊക്കെ ഹദീസ് പറഞ്ഞ സ്വർഗത്തിന്റെ തടാകങ്ങളിൽപ്പെട്ട തടാകാണെന്ന്. അപ്പൊ അവിടുന്ന് മണ്ണുണ്ടാൻ വേണ്ടി നിർദ്ദേശിച്ചു. ആ മണ്ണിൽ തങ്ങളുടെ ഉമിനീര് കലർത്തിയിട്ട് എന്ത് ചെയ്തു, ഒന്ന് പുരട്ടി കൊടുക്കുക ചെയ്തപ്പോൾ രോഗം പരിപൂർണ്ണമായിട്ട് ശിഫായിന്നാണ്. അപ്പൊ ആ മണ്ണ് പിന്നെ ആ പേരിൽ അറിയപ്പെട്ടു. ചികിത്സകരുണ്ടായിരുന്നു. ഈ മുത്തവന്മാരെന്ത് ചെയ്തു, മലിനജലം തിരിച്ചിട്ടുണ്ട്. സ്വർണത്തിന്റെ ഒന്ന് കോഴിമുട്ട വലിപ്പത്തിൽ ഹദിയായിട്ട് വന്ന സ്വർണം കൊടുത്തിട്ട് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പൊ നിങ്ങൾ അത്ര ഉണ്ടാവില്ലായിരിക്കും തന്നെ. അപ്പൊ നിങ്ങളത് മദ്യത്തിന്റെ വീപ്പുകളൊക്കെ മദീനയിൽ മദ്യത്തിന്റെ മുടലിന് കൊടുക്കപ്പെടുന്ന ചരിത്രങ്ങളുണ്ട്. അപ്പൊ മദീനീറുമായുള്ള ഒരു വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വെള്ളിയെ തങ്ങൾ ദുബൈയിൽ വന്നിറങ്ങി പിന്നെ മദീനയിലേക്ക് പോരാണേ. അങ്ങനെ ബനീസാലിം ഗോത്രക്കാരെടുത്തെത്തിയപ്പോൾ ജുമാന്റെ നേരമായപ്പോൾ തങ്ങൾ ആയത്തെ ജുമാ പിന്നെ ഇപ്പൊ ഇവിടെ ഈ ഗ്രില്ലിട്ടതിന്റെ ഉള്ളിൽ മസ്ജിദ് ഇത്ബാനി ബിൻ മാലിക് എന്നുള്ള പേരിൽ അറിയപ്പെട്ടു. 1915 നിർമ്മിച്ചത്, 100 വർഷം മുമ്പത്തെ തുർക്കികൾ നിർമ്മിച്ചാണ്. അപ്പൊ ഇവിടെ യാത്ര അയക്കാനും സ്വീകരിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന സ്ഥലം. ഈ പള്ളിയൊക്കെ തുർക്കി ഉണ്ടാക്കിയ പള്ളിയാ. പള്ളി നിസ്കരിച്ച സ്ഥലം ഇവിടെ. അപ്പൊ ഇതിനകത്ത് ബീറുസുക്കാനോ കിണറുണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് കൊടുത്ത് ഞങ്ങളോട് നിസ്കരിക്കുകയാണ്. ആ പള്ളി കിണർക്ക് ഒരേ പേരിൽ അറിയപ്പെടും. അതൊന്നും വിളിച്ചിട്ടാണ് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയുടെ വർക്കത്തോട് വരുന്നപ്പോൾ വിധങ്ങൾ എന്ത് ചെയ്തു, മദീനന്റെ വർക്കത്തിനോട് വർക്കത്തിന്റെ വിഷയത്തിൽ മദീന എഴുതാം. അതേപോലെ ഈ മദീനന്റെ ഹറമായി നിശ്ചയിച്ച് മുളച്ചാണ്. ഈ ഭൂമിക്ക് ഹറം ഭൂമിയല്ല, പാടില്ല, മരം മുറിക്കാൻ പാടില്ല, പ്രത്യേക നിയമവസ്ഥകളൊക്കെ ഉള്ള സ്ഥലം. അപ്പൊ അങ്ങനെയുള്ള പ്രഖ്യാപനമൊക്കെ നടന്ന സ്ഥലങ്ങളിലാണ് മസ്ജിദ് സുബ്ഹി. ദുന്യാവുണ്ടല്ലോ സ്ഥിതി ഇതിലേറെ നിസ്സാരാണ് എന്നാലും എടുത്ത് പറഞ്ഞു കടേ. അപ്പൊ ദുന്യാവിനൊന്നാമത്താൻ എന്താണ് നിശ്ചയിച്ചിട്ടുള്ളതിന്റെ നിലവാരം എന്താ സ്വഹാബത്തിന് ബോധ്യപ്പെടുത്താൻ അങ്ങനെയാണ്. അപ്പൊ ആ ഒരു ഹദീസ് വിരിച്ച സ്ഥലമാണ് അവിടെയാണ്. പിന്നെ അടുത്ത് കാണുന്ന ചെറിയൊരു കുന്ന് കണ്ടില്ല, ചെറിയ മല. മാഹിസാന സ്വഹാബിക്ക് നബിതങ്ങൾ ശിക്ഷ നടപ്പിൽ വരുത്തി അവിടെ വെച്ചിട്ടാണ്. മാഹിസാന സ്വഹാബി ഇങ്ങനെ തൊഹിർനി യാ റസൂലല്ലാഹ് എന്ന് മടക്കി അയച്ചു. അല്ല തങ്ങൾ അങ്ങനെ തന്നെ പറ്റിപ്പോയിട്ടുണ്ടെന്ന് അള്ളാഹ്